നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃശൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. അരുമ്പൂർ പഞ്ചായത്തിലെ 18-ാം വാർഡായ കൈപ്പള്ളിയിൽ താമസിക്കുന്ന ദമ്പതികൾക്കാണ് രോഗം ബാധിച്ചത്. രോഗലക്ഷണങ്ങളുമായി ഇവർ അരുമ്പൂർ PHCയിൽ ചികിത്സ തേടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. എരുമപ്പെട്ടി പാഴിയാട്ടുമുറിയിൽ കാർ ബൈക്കിലിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. ആദൂർ കാരേങ്ങൽ മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന ഹാഷിമിന്റെ ഭാര്യ എരുമപ്പെട്ടി സ്വദേശി 20 വയസ്സുള്ള സിയ മൈമൂന ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെ പാഴിയോട്ടുമുറി പാത്രമംഗലം റോഡിന് സമീപമാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് സഞ്ചരിച്ച് എതിരെ വന്നിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇവർ തെറിച്ചു വീണു. തുടയെല്ല് തകർന്ന ഹാഷിം തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ഹാഷിമിന്റെ കാൽ ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റിയിരുന്നു. സിയ മൈമൂനയുടെ കൈകാലുകളുടെ എല്ലുകൾക്കും ഇടുപ്പെല്ലിനും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. 2 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. എരുമപ്പെട്ടിയിലെ ഭാര്യ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. അടുത്ത ദിവസം ദുബായിലേക്ക് ജോലിക്ക് പോകാനിരിക്കുകയായിരുന്നു ഹാഷിം. എക്സൈസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ തണ്ടറിനോടനുബന്ധിച്ച് നടന്ന പരിശോധനയുടെ ഭാഗമായി തൃശൂർ നഗരമധ്യത്തിൽ നിന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. മിഷൻ ക്വാർട്ടേഴ്സ് സെമിത്തേരി റോഡിൽ സെമിത്തേരി മതിലിനോട് ചേർന്ന് വളർന്നു നിന്നിരുന്ന 5 കഞ്ചാവ് ചെടികളാണ് എക്സൈസ് സംഘം റെയ്ഡിൽ പിടിച്ചെടുത്തത്. 10 സെന്റിമീറ്റർ മുതൽ 50 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ചെടികളാണ് ഇവ. പൊതുസ്ഥലത്ത് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയ സംഭവത്തിൽ എക്സൈസ് വകുപ്പ് NDPS നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടികൾ നട്ടുപിടിപ്പിച്ചതാണോ അതോ സ്വാഭാവികമായി മുളച്ചു പൊന്തിയതാണോ എന്ന കാര്യത്തിൽ എക്സൈസ് സംഘം അന്വേഷണം നടത്തിവരികയാണ്. തൃശൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രവീൺ കുമാർ, NR രാജു, പ്രിവന്റീവ് ഓഫീസർ സിജോമോൻ, സിവിൽ എക്സൈസ് ഓഫീസർ ധനുഷ് കൃഷ്ണ എന്നിവരടങ്ങിയ സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകി കഞ്ചാവ് ചെടികൾ കസ്റ്റഡിയിലെടുത്തത്. വരും ദിവസങ്ങളിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ നെല്ലായി സ്വദേശിയെ കാപ്പ ചുമത്തി. നെല്ലായി ആലത്തൂർ മാരാശ്ശേരി വീട്ടിൽ ജിജുവാസിനെയാണ് കാപ്പ ചുമത്തി 3 മാസക്കാലത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്ന് നാട് കടത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG T നാരായണനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജിജുവാസ് 2 വധശ്രമക്കേസിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഒരു കേസിലുമടക്കം 13 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജെർലിൻ സ്കറിയ, ASI ജ്യോതി ലക്ഷ്മി, ഗ്രേഡ് സീനിയർ CPO അഭിലാഷ് എന്നിവർ പ്രധാന പങ്ക് വഹിച്ചു. പശ്ചിമേഷ്യൻ സമാധാന കരാർ നിലവിൽ വന്നതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് ക്രൂഡ് ഓയിൽ വില തിരിച്ചെത്തുകയാണ്. WTI ക്രൂഡ് ഓയിൽ ബാരലിന് $75 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $78 ഇന്നത്തെ വില. യുദ്ധം രൂക്ഷമായിരുന്ന സമയത്ത് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്ന് $114 വരെ എത്തിയിരുന്നു. യുദ്ധത്തിന് തൊട്ടു മുൻപ് കഴിഞ്ഞ ഫെബ്രുവരി അവസാനം ബ്രന്റ് ക്രൂഡ് ഓയിലിന് $73 ആയിരുന്നു വില. ഈ ആഴ്ച തന്നെ വില ഫെബ്രുവരിയിലേക്കാൾ താഴ്ന്നേക്കും എന്നാണ് സൂചന. ഉയർന്ന ക്രൂഡ് വിലയുടെ പേരിൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില 8 രൂപയിലേറെ കൂട്ടിയിരുന്നു.
സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,850 രൂപ, പവന് 1,10,800 രൂപ. ചെങ്ങാലൂർ രണ്ടാംകല്ല് കൂനൻ റാഫേൽ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലൂസിയാണ് ഭാര്യ. റിൻസൺ, ലിൻസൺ എന്നിവർ മക്കളും റിൻസി, ആഷാമരിയ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.